ദാസൻ ഇവാഞ്ചലിസ്റ്റ് റെജി തോമസ് അവർ ക്ലാസ്സിലെടുക്കും. അവസാനം ബ്രദർ CJ വർഗീസ് അവർ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയായതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സഭയും ഞാനും എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്നലെ ധ്യാനിക്കാനായിട്ടിടയായത്. പ്രിയ ജെയിംസ് ചാൻ അതിനെക്കുറിച്ച് വിശദമായ ഒരു കാര്യം പറഞ്ഞു. എന്നാലും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഒന്നുകൂടെ കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭ ആരുടേതാണ് എന്ന് നമ്മൾ ഓർത്തു. പിന്നീട് നമ്മൾ ചിന്തിച്ചത് സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ടിടയായി. അതിനുശേഷം നമ്മൾ ചിന്തിച്ചത് സഭയിൽ ഏതെല്ലാം വ്യത്യസ്തരായ കുടുംബങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് വിശ്വാസികളെ അല്ലെങ്കിൽ സഭയിലുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്യുവാനോ അവരുടെ ആവശ്യങ്ങൾ അറിയിക്കാനോ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു പഠനത്തിലേക്ക് വരാനിടയായത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് ന്യൂക്ലിയർ ഫാമിലിയാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ന്യൂക്ലിയർ ഫാമിലിയാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാനിടയായത്. പിന്നീട് നമ്മൾ ഓർത്തത് കൂട്ടുകുടുംബങ്ങൾ, ഒരുമിച്ചുള്ള സന്തോഷകരമായ അവസ്ഥകളൊക്കെയുള്ള കൂട്ടുകുടുംബത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനിടയായി. മൂന്നാമത് നമ്മൾ ചിന്തിക്കാനിടയായത് പ്രായമായവർ ഉള്ള കുടുംബങ്ങൾ, അവർക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സാധാരണഗതിയിൽ പ്രായമായവരെ തള്ളുന്ന, അവരെ ഉപേക്ഷിക്കുന്ന ഒരു ജനതയിലേക്കാണ് ഇന്നത്തെ ട്രെൻഡ് വരുന്നത്. ഞാനിപ്പോൾ യൂത്തുകളിനെ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് പേരൻസിനെ ബഹുമാനിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ പല ക്യാമ്പുകളിലും പല കോൺഫറൻസുകളിലും ആ കാര്യം വളരെ ഡിഫറൻ്റ് ആയ രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നതിന്റെ കാരണം ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഇത് മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഡിസ്ഫങ്ഷണൽ ഫാമിലി, പ്രവർത്തനരഹിതമായ കുടുംബം. മാതാപിതാക്കൾ മക്കളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുന്നു. നീ അപ്പൻ്റെ മോനാണ്, അമ്മയുടെ മോളാണ് എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി. അവസാനം നമ്മൾ ചിന്തിച്ചത് ഗാഡ്ജറ്റിന് അടിമകളായുള്ള കുടുംബങ്ങളാണ്. മിക്കവാറും എല്ലാ കുടുംബങ്ങളും ഗാഡ്ജറ്റുകൾക്ക് അടിമകളായി പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഒരു കാര്യം ഈ പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, ഈ ഗാഡ്ജറ്റുകളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു നിമിഷം പോലും നമ്മുടെ യുവതലമുറയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ അതിനെ യൂസ് ചെയ്യും? കറി വെക്കാൻ ഉപയോഗിക്കുന്ന കത്തി, ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ്, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ അത് ഓവറായി ഉപയോഗിക്കുന്ന രീതിയിൽ വന്ന പ്രശ്നമാണ്. ഫാൻ ആവശ്യമാണ്, അല്ലെങ്കിൽ കാറ്റ് ആവശ്യമാണ്. പക്ഷെ ഒരു കാറ്റ് വന്നിട്ട് നമ്മുടെ വീടിന്റെ മുകളിലോട്ട് മരങ്ങളൊക്കെ വീണ് കഴിയുമ്പോൾ ആ കാറ്റിനെ നമ്മൾ ഇഷ്ടപ്പെടാറില്ല. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഇതിനുള്ള ഉപയോഗങ്ങൾ. അപ്പൊ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള അവയർനെസ് കോൺഫറൻസുകൾ ആണ് ഈ നാളുകളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത തലമുറകൾ നമ്മളിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് അവരെ നേടാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ആണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ. ഞാനതിനെ മുഖവരായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ വേഗത്തിൽ ഈ കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വിഷയത്തിലേക്ക് വരാം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കുടുംബമാണ് കോൺഫ്ലിക്റ്റിംഗ് ഫാമിലി. അതായത് കലഹിക്കുന്ന കുടുംബങ്ങൾ. ഈ കലഹമില്ലാത്ത വീട് ഏതെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഒരു വഴക്കുപോലും ഉണ്ടായിട്ടില്ല. ഒറ്റ ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയണ ഒന്നിൽ അയാള് പാവയായിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീ പാവയായിരിക്കണം. ആശയപരമായ കലഹങ്ങൾ വലിയ വഴക്കുകളല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട്. കാരണം രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്, രണ്ട് സാഹചര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്, രണ്ട് സംസ്കാരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് സംശയമേ ഇല്ല, അതുണ്ടാകും. പക്ഷേ
അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പൊ കൗൺസിലിങ്ങിന് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫാമിലി പ്രോബ്ലംസിന് ഏത് സ്റ്റാറ്റസിലാണ് അവർ നിൽക്കുന്നത് എന്ന് ഒരു മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തും. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണ്, ഞാനിപ്പോ തൃശ്ശൂരാണ് എന്ന് പറയുമ്പോൾ ചോദിക്കും, ചെറുപ്പക്കാർ ചോദിക്കും, ആ കറണ്ട് ലൊക്കേഷൻ ഒന്ന് അയക്കാമോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ലൈവ് ലൊക്കേഷൻ ഒന്ന് അയക്കാമോ. പ്രായമുള്ളവർ എന്ത് ഈ ലൈവ് ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷൻ, ഇവനൊക്കെ ഈ ടെക്നോളജിക്കകത്താണോ എന്നൊക്കെ പറഞ്ഞ് പ്രായമുള്ളവർ എന്ത് ചെയ്യും, കളിയാക്കുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ആളുകളെല്ലാം അങ്ങനെയാണ്. കാരണം അവരെവിടെയാണ് നിൽക്കുന്നത്, ബാംഗ്ലൂർ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ചെന്നൈയില് മോൻ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ചെല്ലണമെങ്കിൽ അവർ ഗൂഗിൾ മാപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് അവർ ഇങ്ങനെ പോവാണ്. നമ്മളിങ്ങനെ വണ്ടടിക്കുക, എങ്ങനെയാണ് ഇവർ പോകുന്നത്, അവർക്ക് ഭയങ്കര ഈസിയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും മൈൻഡ് മാപ്പിംഗ് ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കലഹിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ കലഹം ഉണ്ടാക്കുന്നവർക്ക് മൈൻഡ് മാപ്പിംഗ് ചെയ്യാനായിട്ട് ബൈബിൾ കുറെ കാര്യങ്ങൾ നൽകുന്നുണ്ട്. എന്നാന്നറിയാമോ? ഇങ്ങനെയാണ്, ബൈബിളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ പ്രശ്നവും എന്ന് പറയുന്നത് ലൈഫ് ഈസ് 10% വാട്ട് ഹാപ്പൻസ് ടു us. ജീവിതത്തിൽ 10% കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ 90% കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ച്. പ്രശ്നം എപ്പോഴും 10% ഉള്ളൂ. നമ്മൾ എപ്പോഴും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഈ പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. സഭകളിലായാലും കുടുംബങ്ങളിലായാലും വ്യക്തികളിലായാലും എല്ലാം ഈ പ്രിൻസിപ്പിൾ കറക്റ്റാണ്. 10% ഉള്ളൂ എല്ലായിടത്തും പ്രശ്നം. പക്ഷെ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിന്റെ റിയാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസെപ്റ്റ്. പലപ്പോഴും നമ്മൾ അതിനെ ജാഗ്രതപൂർവ്വം കണക്കാക്കാറില്ല എന്നുള്ളതാണ്. ഒരു ജ്ഞാനി അവൻ എപ്പോഴും നോക്കുന്നത് എങ്ങനെയാണ് ആ പ്രോബ്ലം ഉണ്ടായത് എന്നാണ്. ജ്ഞാനമില്ലാത്ത ആൾ ആ പ്രശ്നത്തെ വലിച്ചു നീട്ടാനായിട്ട് ആഗ്രഹിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് 10% ഉള്ളൂ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും. 90% നമ്മൾ റെസ്പോണ്ട് ചെയ്ത് വലുതാക്കുന്ന പ്രശ്നങ്ങളാണ്. അതുമാത്രമല്ല, മറ്റൊരു ചിന്തയോടെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ കുടുംബങ്ങളിലും സഭകളിലും എല്ലായിടത്തും പിശാചിപ്പോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ്. പക്ഷെ എപ്പോഴും ഓർക്കണം, ഐസ്ബർഗിന്റെ കൂട്ട് തന്നെ 10% മാത്രമേ മോളിൽ കാണത്തുള്ളൂ. 90% എവിടെയാണ്? അടിയിലാണ്. ഉപരിപ്ലവമായിട്ടാണ് അതിന്റെ പ്രോബ്ലംസ്. ഏറ്റവും അടിത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിലാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് ബൈബിളിലേക്ക് ഒന്ന് തിരിയാം. വേദപുസ്തകം എന്ത് പറയുന്നു? കാരണം ബൈബിൾ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഒന്നാമത്തെ കാര്യം, പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇവിടെ ഒരു പിക്ചർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പിക്ചർ ജസ്റ്റ് അതിന് മുമ്പ് ഈ വാക്യം ഒന്ന് വായിക്കാം. പ്രോവർബ്സ്, സദൃശ്യവാക്യങ്ങൾ 27-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രോവർബ്സ് 27:19. ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കണം എല്ലാവരും. വായിച്ചത് കുഴപ്പമുണ്ടായിട്ടല്ല, സെക്കൻഡ് ടൈം റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഒന്നുകൂടെ ജാഗ്രതയിലാവും. നിർത്താം. നമ്മുടെ മുഖം ഒന്ന് കാണണമെങ്കിൽ ഇന്ന് കണ്ണാടിയുണ്ട് അല്ലേ? കണ്ണാടി ഇല്ലാത്ത വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളൊക്കെ ചിലപ്പോൾ കണ്ണാടി ഇല്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ ക്യാമറയാണ് ഇപ്പൊ ക്യാമറയായിട്ട് ഉപയോഗിക്കുന്നത്. ഷേവ് ചെയ്യാൻ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഉപയോഗിക്കും. പണ്ട് മൊബൈലില്ല, ഗ്ലാസ് ഇല്ല, ഒന്നുമില്ല. എങ്ങനെയായിരുന്നു അവർ മുഖം കണ്ടോണ്ടിരുന്നേ? വെള്ളത്തിൽ നോക്കിയിട്ട് മുഖം എങ്ങനെയുണ്ട്, അതാണ് അവിടെ പഴയ കൾച്ചർ പറയാണ്. വെള്ളത്തിൽ ഒരാളുടെ മുഖം എന്ത് ചെയ്യുന്നു? കാണുന്നു. അതിന്റെ സെയിം എക്സ്പ്രഷൻ ദൈവത്തിന്റെ വചനം പറയാണ്. അടുത്ത വചനം, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മറ്റു മനുഷ്യരെ കാണുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയിൽ നിന്ന് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, ഞാൻ വളരെ ഓപ്പൺ ഹൃദയത്തോടുള്ള ആളാണെങ്കിൽ അവർ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ വളരെ രൂക്ഷമായ പരുഷമായ ഭാഷയിലും വളരെ തെറ്റായ പ്രവണതയിൽ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, ഏതോ ചുറ്റിക്കളിയാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്നതാണ്, അവന്റെ ഹൃദയത്തിനൊത്തവണ്ണം മറ്റു മനുഷ്യരെ കാണും. ഈ പിക്ചർ നിങ്ങൾ നോക്കി, സത്യത്തിൽ ഇത് എത്ര? 6 ആണോ 9 ആണോ? 6 ആണോ 9 ആണോ? രണ്ടും പറയാം.
ഹൗ യു ആർ സീയിങ് ദ തിങ്സ്, ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? വളരെ ലളിതമാണ്. നമ്മൾ ഏത് പ്രോബ്ലത്തെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നറിയാം? നമ്മുടെ മർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത, അദ്ദേഹം നിര്യാതനായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ലോകത്തിൽ 3 കന്യകമാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞത്. അദ്ദേഹം ഭയങ്കര രസികമായി പറയുന്ന ഒരാളല്ലോ. 1 മിസ് അണ്ടർസ്റ്റാൻഡിങ്, 2 മിസ് ഇന്റർപ്രിട്ടേഷൻ, 3 മിസ് കൺസെപ്ഷൻ. എല്ലാം മിസ്സാണ്. എല്ലായിടത്തും പ്രശ്നം ഇത് തന്നെയാണ്, മിസ് അണ്ടർസ്റ്റാൻഡിങ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, കുടുംബത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റ് ആയി. എന്നാൽ അതിന്റെ നിജസ്ഥിതി ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, അന്വേഷിക്കാറില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ പിമ്പിലുള്ള റീസൺ എന്താണ് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകാനേ ഉള്ളൂ. പക്ഷെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് കുടുംബത്തിലായിട്ട്, വ്യക്തി ജീവിതത്തിലാകട്ടെ, സഭയിലാകുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കലഹിക്കുന്ന കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഹൃദയം ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. വായിക്കാം ഒരു വാക്യം, സദൃശ്യവാക്യങ്ങൾ 16:18 വായിച്ചാട്ടെ. സദൃശ്യവാക്യങ്ങൾ, Proverbs 16:18. എന്താ ഈഗോ എന്ന് പറഞ്ഞാൽ? എന്താ പറയുക? ഞാൻ എന്ന ഭാവം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഏതാണ്ട് വലിയൊരു സംഭവമാണെന്ന്. സംഭവമാണോ? ഒരു സംഭവമില്ല. തുറന്ന മൂക്കി ശ്വാസം പോയി കഴിഞ്ഞാൽ ദേഹം കിടക്കുന്നു. എത്ര കോടികൾ ഉണ്ടായിട്ടുണ്ട്, എത്ര ആസ്തി ഉണ്ടായിട്ടുണ്ട്, എത്ര അധികാരം ഉണ്ടായിട്ടുണ്ട്, എന്ത് പദവി ഉണ്ടായിട്ടുണ്ട്, ഒരൊറ്റ സെക്കൻഡ് മതി. സെക്കൻഡ് വേണം, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി നമ്മുടെ ജീവിതം പോകാൻ. പിന്നെ നമ്മൾ എന്തോ കൊണ്ട് അഹങ്കരിക്കാന്? നമ്മൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നൽകിയത് തന്നെയാണ്. ഞങ്ങളുടെ ചർച്ചില് ഇടയ്ക്കിടയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർപ്പിക്കും. ഇപ്പൊ ഓർപ്പിക്കുന്ന വെച്ചാൽ, ഞാൻ 26 വർഷം, 27ാമത്തെ വർഷത്തിലേക്ക് കയറിയാണ്. അവിടെ ചെന്ന ഇപ്പം ആദ്യം അവിടെ ഒരു സൈക്കിള് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒറ്റ സൈക്കിളിലാണ് ഒരു സഹോദരൻ. കാരണം പുള്ളിക്ക് നടക്കാൻ പറ്റത്തില്ല, നടക്കുന്ന പുള്ളിക്ക് ഇഷ്ടമേ അല്ല, പുള്ളിക്ക് യാത്രയാണ്. അപ്പൊ ഒരു സൈക്കിളായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ. ഒരു സൈക്കിള് വന്നു. ആ സൈക്കിള് പുള്ളി എല്ലാ ദൂരെ നിന്നാണ് വരുന്നത്. കാരണം അവിടെ ജീപ്പ് സർവീസ് ആണ്, പാരലൽ സർവീസ് ആണ്, വാഹനം നിർത്തത്തില്ല, ബസ്സൊന്നും നിർത്തത്തില്ല, ദേശസാൽകൃത റൂട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒന്നിൽ പാരലായി ജീപ്പ് വേണം, അല്ലെങ്കിൽ സൈക്കിൾ വേണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വേണം. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു സൈക്കിളായിരുന്നു. ആ സൈക്കിള് മാറി 10 വർഷം കഴിഞ്ഞപ്പോൾ സൈക്കിള് മാറി, സ്കൂട്ടർ എടുക്കാൻ തുടങ്ങി. സ്കൂട്ടർ മാറി. ഇന്ന് ഓരോ വീട്ടിലും, ഏറ്റവും കുറഞ്ഞ ഒരു 3 വീട് ഒഴികെ ബാക്കി എല്ലാ വീട്ടിലും ഇന്ന് കാറായി. എല്ലാ സഭകളിലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പൊ ഞാൻ പറയും, ഓർത്തോണം എവിടെ നിന്നാണ് വന്നത്. അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് പോകാം. പിന്നെ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? തുറന്ന മൂക്കിലുള്ള ശ്വാസം ഏത് നിമിഷവും പോകുന്ന ഒരു വളരെ അല്പപ്രാണിയായ മനുഷ്യനായ നമുക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. ദൈവം തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളല്ലാതെ വേറൊന്നുമില്ല. പൗലോസ് പറയും, ഞെളിയാതെ ഭയപ്പെടുക എന്നാണ്. ഈ ഞെളിയുക എന്ന പ്രയോഗം തന്നെ ഭയങ്കര രസമാണ്. ഞെളിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അവിടുത്തെ കൊടുത്ത ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തല പൊക്കി ഇങ്ങനെ പോകുന്ന ഒരു അർത്ഥത്തിലാണ് ഞെളിയുക എന്നുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ സാധാരണഗതിയിൽ ഈ നാടകങ്ങളുണ്ട്. നാടകങ്ങൾക്ക് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നാടകം ആക്ട് ചെയ്യുന്ന ആളുണ്ട്. അപ്പൊ ആ നാടകം ആക്ട് ചെയ്യുന്ന ആളുകൾ ആ സ്റ്റേജ് അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ വലിയൊരു കാര്യം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഞെളിഞ്ഞു പോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് പൗലോസ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ദൈവം പറയാണ്, ഞെളിയാതെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. നമുക്കെല്ലാം പ്രോബ്ലം ഉണ്ടാകുന്നത് ഈഗോയിലാണ്. എല്ലാ സഭകളിലായാലും, വ്യക്തികളായാലും, കുടുംബത്തിലായാലും ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഒന്നും ഇല്ലാത്തവരാണ്. എത്ര ലക്ഷങ്ങളുള്ള ആളാണെങ്കിലും കിടക്കുന്നത് ഒരു പെട്ടിക്കകത്ത്. ഞങ്ങളുടെ അവിടെ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ഏതെല്ലാം സ്ഥലങ്ങളുണ്ടെന്ന്, അദ്ദേഹത്തിന്റെ പേരിൽ എത്ര സ്ഥലങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. 18 ക്വിന്റൽ ടൺ, ക്വിന്റൽ അല്ല, ടണ്ണ് അടയ്ക്ക കിട്ടുന്നുണ്ട്, തേങ്ങ കിട്ടുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ്, അദ്ദേഹത്തിന്റെ പറമ്പിന്റെ അടുത്താണ് ഞങ്ങൾ ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
അപ്പൊ അദ്ദേഹം ഞങ്ങളെ കാണാൻ ഇടയ്ക്ക് വരും. അങ്ങനെ ആ ഞങ്ങള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ആ പറമ്പിന്റെ സൈഡിൽ വെച്ച് മരിച്ചുപോയി. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ പണിക്കാരെല്ലാം കൂടെ ഓടുന്നു. അപ്പൊ എന്താണെന്ന് കാരണം എന്നറിയാൻ വേണ്ടി ഞങ്ങളെല്ലാം ചെന്നപ്പം ആ പറമ്പിൽ ഒരു സൈഡിൽ മരിച്ചു കിടപ്പുണ്ട്. അദ്ദേഹത്തെ പെട്ടെന്ന് എടുത്തു. അന്ധവിശ്വാസമാണ്. പെട്ടെന്ന് അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞങ്ങളുടെ വണ്ടിയെ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണമൊക്കെ ചെയ്തു. പക്ഷെ പോകുന്ന വഴിക്ക് അദ്ദേഹം മരിച്ചു. അടക്കാനായിട്ട് കൊണ്ടുവന്നു. അവരുടെ പ്രമാണം അനുസരിച്ച് ഉടുപ്പൊന്നുമില്ല, ഒരു ചെറിയ ഈറൻ മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. ശവപ്പെട്ടിയില്ല. അവരുടെ പ്രമാണം അനുസരിച്ച് തൂശനിലയിലാണ് കിടത്തിയത്. എത്ര കോടികൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തെ അടക്കിയത് ഒരു തൂശനിലയിലാണ്. അവര് ഫോട്ടോ എടുക്കത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു മോനോട് പറഞ്ഞു, നീ ഒരു ഫോട്ടോ എടുക്കണം. കാരണം ആ ഫോട്ടോ നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട, പക്ഷെ മനുഷ്യന്റെ ഒന്നുമില്ലായ്മ നമ്മുടെ ഇന്റേണൽ സർക്കിളിലെങ്കിലും ഒന്ന് കാണിക്കാം. ഒരു തൂശനിലയ്ക്കകത്താണ്. എന്താണ് നമുക്കുള്ളത്? നമ്മുടെ ഞാൻ എന്ന ഭാവം അവസാനിക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം എന്നുള്ളത് സിംഗിൾ പേരന്റ് ഫാമിലിയാണ്. സിംഗിൾ പേരന്റ് ഫാമിലി എന്ന് പറയുന്നത് ഒറ്റ അപ്പനോ അമ്മയോ വളർത്തുന്ന മക്കൾ. ചിലപ്പോൾ അപ്പൻ ഗൾഫിലായിരിക്കും, അമ്മ UK-യിലായിരിക്കും, അപ്പനായിരിക്കും വളർത്തുന്നത്. ആ ഒരു സിസ്റ്റം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നാൾ മുമ്പ് ഉണ്ടായിരുന്നു, വീണ്ടും അതിന്റെ ട്രെൻഡ് മാറി. ഇപ്പോൾ അതിന്റെ ട്രെൻഡ് കൂടാണ്. ഇവർ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വളരെ വലുതാണ്. അവരെ പക്ഷെ നമ്മൾ ആരും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അവരനുഭവിക്കുന്ന വിഷമങ്ങൾ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഞാനിത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിംഗിൾ ചൈൽഡ് പേരന്റ്. അതായത് ഒറ്റ ഒരു കുഞ്ഞേ ഉള്ളൂ. അവര് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടില് എൻ്റെ കൂടെ പഠിച്ച ആളാണ്. അവർക്ക് 2 പേർക്കും ഒരൊറ്റ മകനെ ഉള്ളായിരുന്നു. 26 വയസ്സുണ്ടായിരുന്ന ആ മകൻ കുറച്ചു നാൾ മുമ്പ് മരിച്ചുപോയി. ഇപ്പൊ ഞങ്ങളെ പൂവിതൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പാണ്. അപ്പൊ എല്ലായിടത്തും പറഞ്ഞു എല്ലാവരും വരണം, കാരണം ആ ഒറ്റ മകൻ മരിച്ചു പോയതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്നൊന്ന് വരണം. അങ്ങനെ ഞാനും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് നാട്ടിലെത്തി. ആ ഞങ്ങളുടെ കൂടെ പഠിച്ച ആ പെൺകുട്ടിയും ആ ഭർത്താവും വളരെ വിഷണ്ണരായിട്ടിരിക്കുകയാണ്. കാരണം ആകെപ്പാടെ ഒരു കുഞ്ഞേ ഉള്ളൂ. അത് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ബൈക്ക് എടുത്ത് കൊടുക്കരുതെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞാണ്. ഞങ്ങളെല്ലാ വിഷയങ്ങളും ആ ഗ്രൂപ്പ് ഷെയർ ചെയ്യും. ബൈക്ക് എടുത്ത് കൊടുക്കരുതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞാണ്. പക്ഷെ ബൈക്ക് എടുത്ത് കൊടുത്തു. ഇപ്പോഴത്തെ മോഡേൺ എന്തോ ടൈപ്പ് ബൈക്കാണ്. അതുകൊണ്ടൊന്ന് ആക്സിഡന്റ് ആയി സ്പോട്ടിൽ മരിച്ചുപോയി. ഭയങ്കര സങ്കടമാണ്. അപ്പൊ ആ ഡെഡ് ബോഡി അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി ഓഡിയൻസിനോടായി ചോദിക്കുന്ന ഒരു വിലാപമുണ്ട്, ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്? സത്യത്തിൽ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. ഹിന്ദുസാണ്. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. നമ്മുടെ കൂട്ടുള്ള ബൈബിൾ വിശ്വാസമോ പാട്ടോ ഒന്നുമില്ല. ജസ്റ്റ് അവിടെ വന്നിരുന്നിട്ട് ഭയങ്കര സങ്കടം. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര സങ്കടമായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ കൂടെ പഠിച്ച എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു കാര്യം ചെയ്യും. നമുക്ക് എല്ലാവർക്കും ആ സിസ്റ്ററുടെ അടുത്ത് പോയി ഇരിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ത് ചെയ്യണം, ആ അവിടെ ബിന്ദു എന്നാണ് പേര്, ബിന്ദുവിന്റെ ദേഹത്തൊന്ന് കൈ ഒന്ന് വെച്ചേക്ക്, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു സ്വാന്തനത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പറഞ്ഞു, നീ പാസ്റ്റർ ആയതുകൊണ്ടാടാ പോയി എങ്ങനെയൊക്കെ പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ എന്തിനാ പോകുന്നത്, അതൊക്കെ അവർക്ക് അറിവ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജസ്റ്റ് പോവുക, അതിന്റെ ബാക്കിൽ ഇരിക്കുക, സ്ത്രീകൾ എന്ത് ചെയ്യുക, ആ തോളയിലൊന്ന് കൈയിടുക, ജസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മരണം എല്ലാം കഴിഞ്ഞു, അടക്കം എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അവൾ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി എനിക്ക് തോന്നിയത്, എൻ്റെ കുഞ്ഞു മരിച്ചുപോയി, അത് ശരിയാണ്, പക്ഷേ നിങ്ങളെല്ലാം എൻ്റെ കൂടെ വന്നിരുന്നിട്ട് ആ തോളയിൽ കൈ ഇട്ടപ്പോൾ ഉണ്ടായ ഒരു സ്വാന്തനമുണ്ടല്ലോ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം. ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല. ജസ്റ്റ് ഒരു കൈ ടച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതും സഹോദരിമാര് മാത്രം ജസ്റ്റ് ഒന്ന് കൈ ടച്ച് ചെയ്തേ ഉള്ളൂ. പക്ഷെ ആ ഒരു ടച്ച് എന്ന് പറയുന്നത് ഭയങ്കര ബലമായിരുന്നു. ഒരേ മക്കളുള്ള
ആ മാതാപിതാക്കൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമ്മൾ പലപ്പോഴും അവരെ കെയർ ചെയ്യാറ് പോലും ഇല്ല. പക്ഷെ നമ്മൾ നമ്മുടെ സഭയിൽ ആ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അപ്പനും അമ്മയും ഇല്ലാത്ത കുടുംബങ്ങൾ. അപ്പനും അമ്മയും ഇല്ലാത്ത മക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. കോവിഡ് സംബന്ധിച്ച് എത്രയോ പേര് മരിച്ചു, എത്ര പേര് അനാഥരായി. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങളൊരു സൂം പ്രോഗ്രാം ചെയ്തായിരുന്നു. ഇന്ത്യയിലുള്ള ഈ ഫാദർലെസ് ആൻഡ് മദർലെസ്, ഈ കോവിഡ് മാത്രം മരിച്ചവർക്ക് വേണ്ടി ഒരു സൂം പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. കമ്പാഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതിന്റെ പുറകിൽ വർക്ക് ചെയ്ത്. ഞാൻ അതിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാനാണ് നിയമിക്കപ്പെട്ടത്. എന്ത് പറയുമെന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്, കാരണം അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. മലയാളികളായിട്ടുള്ളവരുണ്ട്, തമിഴുണ്ട്, കന്നഡയുണ്ട്, എല്ലാ ഭാഷയിലുമുള്ള ആളുകൾ അതിനകത്ത് സംബന്ധിച്ച്. എന്താണ് അവരോട് പറയുക? ഞാനൊരു പാട്ട് മാത്രമാണ് പാടിയത്. ഏതറിയാം? ആ പാട്ട് സാധു കൊച്ചുമുദേശി എഴുതിയൊരു പാട്ടാണ്. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആ വരികൾ ഏറ്റവും ആശ്വാസമായത് മലയാളികൾക്ക് മാത്രമാണ്, ബാക്കിയുള്ളവർക്ക് അത് പാട്ട് അറിയത്തില്ലല്ലോ. അപ്പനും അമ്മയും ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ നമ്മുടെ സഭയായിട്ടാണ് അത് ചെയ്യേണ്ടത്. അത് നമ്മൾ കടപ്പെട്ടവരാണ് എന്നുള്ള കാര്യം ഞാൻ പറയാം. അടുത്തത് 11ാമത്തെ കൂട്ടര്, ഇതൊന്നും നമ്മുടെ സമൂഹങ്ങളിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ. നമുക്ക് ഒരു മകനെയോ മകളെയോ അങ്ങനെ സ്പെഷ്യൽ ചൈൽഡായിട്ട് തന്നു എന്നിരിക്കട്ടെ. നമ്മൾ എങ്ങനെയാണ് അങ്ങനെയുള്ള പേരൻസിനെ കാണുന്നത്? സഹതാപത്തോടെയാണോ, അയ്യോ പാവം എന്നുള്ളതിലാണോ? സഹതാപത്തോടെ ഒന്നും അവരെ കാണണ്ട. അവർക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. പക്ഷെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള വീട്ടിൽ നമ്മളൊന്ന് പോയിരിക്കണം. അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടോ? അഷ്ടമിച്ചിറയിലുള്ള ഒരു സുവിശേഷനുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അദ്ദേഹവും ഭാര്യയും കൂടെ ഒരുമിച്ച് ഒരു മീറ്റിങ്ങിനും പോയിട്ടില്ല, ഒരുമിച്ച് പോയിട്ടില്ല. എനിക്ക് ദൈവം തന്ന ഒരു സ്പെഷ്യൽ ചൈൽഡിനെയാണ്. ഞാനും എൻ്റെ വൈഫും 10 വർഷം ഒരുമിച്ച് ഒരു മീറ്റിങ്ങിന് ഒരു പ്രോഗ്രാമിന് പോകത്തില്ല. 11ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് പോയത്, ഒരു മീറ്റിങ്ങിന് പോയത്. അപ്പൊ ഞാൻ പറയാൻ വരുന്നത്, ഇങ്ങനെയുള്ള പേരൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സന്ദർശിക്കണം, അവരോട് ഇടയ്ക്കൊന്ന് വിളിക്കണം. എങ്ങനെയുണ്ട്, സന്തോഷമായിരിക്കുന്നു? ഫോണൊക്കെ ഫ്രീ അല്ലേ, നമുക്ക് വിളിക്കാൻ സമയമില്ല, കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കുമല്ലേ. കാരണം ഫോൺ ഫ്രീ ആയിട്ട് പോലും, കോൾ ഫ്രീ ആയിട്ട് പോലും നമ്മൾ ആരെയും എന്ത് ചെയ്യാറില്ല, വിളിക്കാറില്ല. ഇവർക്ക് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അടുത്തത്, നമ്മുടെ കുടുംബങ്ങൾ ഇല്ലാതാകട്ടെ ഡിവോഴ്സ് ഫാമിലീസ്. എന്തെങ്കിലും കാരണം ഡിവോഴ്സ് ആയി നിൽക്കട്ടെ. ഡിവോഴ്സ് നമ്മൾ അനുകൂലിക്കുന്ന ആളുകളല്ല, പക്ഷേ പരസ്യത്തിനകത്ത് വരാറുണ്ട്, തൻ്റേതല്ലാത്ത കാരണത്താൽ എന്ന് ഭാര്യയും ഭർത്താവും പറയും, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം വേർപെടുത്തിയ. ഈ വിവാഹമോചനം വേർപെടുത്തിയ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തു. എല്ലാം സൂമിലാണ്, ഓൺലൈൻ മീറ്റിംഗ് ആണ്. അതിനകത്ത് സെലിബ്രിറ്റീസ് വരെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിനകത്ത്. ഡിവോഴ്സ് പേരൻസിന് വേണ്ടി മാത്രമുള്ള. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ കാണുന്ന പോലല്ല. നമ്മൾ വിചാരിക്കും അവൻ വിവാഹമോചനം വേർപെടുത്തി, അവൾ വിവാഹമോചനം വേർപെടുത്തി, അഹങ്കാരിയാണ് എന്നൊക്കെയാണ്. പക്ഷെ അവരുടെ മനസ്സിലൂടെ പോകുന്ന വേദനകൾ ആരോടും പങ്കുവെക്കാൻ പറ്റില്ല. സമൂഹം അവരെ വേറൊരു ടൈപ്പായിട്ടാണ് കാണുന്നത്. ചർച്ചിൽ അങ്ങനെയുള്ള ആളുകൾ വർദ്ധിച്ചു വരികയാണ്. നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ടാർഗറ്റ് എന്താണ്? അതുമാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കിടപ്പ് രോഗികൾ. ഫോർബിഡൺ ആയി കഴിഞ്ഞിരിക്കുന്ന ആളുകൾ, ബെഡ് റിഡൺ ആയിരിക്കുന്ന ആളുകൾ. എത്ര പേരുണ്ട് ബെഡ് റിഡൺ ആയ ആളുകൾ കിടക്കുന്നുണ്ട് നമ്മുടെ സഭയിൽ? അങ്ങനെ ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകാറുണ്ടോ? അത് അവരുടെ ജോലിയല്ലേ, നമുക്ക് എന്താ അതിനകത്ത് കാര്യം? നമ്മളൊന്ന് ചെല്ലുന്നത് എന്തോ ഒരു ആശ്വാസം എന്നറിയാം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു മോന് ആക്സിഡന്റ് ഉണ്ടായി. ജസ്റ്റ് മുട്ടിചരട്ട എന്ന് പൊട്ടി. അവന് 5-6 മാസം, ജൂലൈ 6-ാം തീയതി സംഭവിച്ചതാണ്. ഇപ്പം ഈ 6, 7, 8 മാസമായി. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും, പിന്നെ വീഡിയോ കോൾ ചെയ്യും. 2 ദിവസം ഒരിക്കൽ ഒരു വീഡിയോ കോൾ ചെയ്യും. എങ്ങനെയുണ്ട്, സന്തോഷമായിരിക്കുന്നോ? ഉടനെ അവൻ പറയാണ്, മോൻസി എന്നാണ് അവന്റെ പേര്. അവൻ പറയാ, അങ്കിളെ, സത്യത്തിൽ കിടന്നപ്പോഴാരെങ്കിലും ഒന്ന് വരണമോ, എന്നെ ഒന്ന് കാണണമെന്നോ, എന്നെ ഒന്ന് വിളിക്കണമെന്നോ, എൻ്റെ അടുത്തേക്ക് വരണമെന്നോ ഞാൻ ആഗ്രഹിച്ചത് കിടക്കുന്ന സമയത്താണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നടക്കാം. കിടപ്പ് രോഗികളായിരിക്കുന്ന ആളുകളെ ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തോരം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം?
ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്ത വരെയാണ് നമ്മുടെ സഭകളിൽ ഇല്ലാതിരിക്കട്ടെ പിന്മാറ്റക്കാരായ വിശ്വാസികളുള്ള മക്കള് പിന്മാറ്റത്തിൽ പോയി. പേരൻസ്, സഭ എങ്ങനെ അവരെ കാണുന്നേ? പറ, പിന്മാറ്റത്തിൽ പോയാൽ നമ്മളെ സഭക്കാരെങ്ങനെ അവരെ കാണുന്നേ? ചൊവ്വേ നേരെ വളർത്താഞ്ഞിട്ട നമ്മൾ പിന്നെ കഥകൾ അങ്ങ് മെനയുക. നല്ല ഭക്തന്മാരായ എത്ര ആളുകളുടെ മക്കൾ അവര് ഭക്തന്മാരായിട്ട് പോലും പോയിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഒരുപാട് പേരെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുന്ന ആളാണ്. അതൊന്നും ഞങ്ങൾ നിങ്ങളോടൊന്നും പറയത്തില്ല, പക്ഷെ അതെല്ലാം ഞങ്ങളുടെ രഹസ്യ മിനിസ്ട്രീസ് ആണ്. ഞങ്ങൾ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നിരീശ്വരവാദികളായിട്ട് പോയവരുണ്ട്, അവരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു സൈലന്റ് മിനിസ്ട്രി ആയിട്ട് ഞങ്ങൾ ചെയ്യുകയാണ്. പിന്മാറ്റത്തിന് പോകുന്ന അവരുടെ മാതാപിതാക്കളും ഞങ്ങൾ പേഴ്സണലി സംസാരിച്ചു. അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്രമാത്രമാണ്. സഭയിലുള്ളവർക്ക് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണിത്. അത് മാത്രമല്ല, നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്ത എത്ര പേരുണ്ടെന്നറിയാം. മക്കളെ പഠിപ്പിക്കാൻ പൈസ ഇല്ല. നമ്മൾ വിചാരിക്കില്ല വലിയ പ്രശ്നമില്ലാത്തവരാണ്, ഒന്നുമല്ല, എത്രയോ പേരുണ്ടെന്നറിയാം. എനിക്കറിയാവുന്ന ഒരാൾ ഒരു വർഷം ക്ലാസ്സിൽ പോയില്ല. ക്ലാസ് പെൻഡിങ് ആയി. ഞാൻ ചോദിച്ചു, എന്നാടാ പോവാതെ? അത് ഡാഡി പറയും. ഡാഡിയെ വിളിച്ചു, എന്നാ പോവാഞ്ഞേ? അത് മമ്മി പറയും. ഞാൻ ചോദിച്ചു, മമ്മി ചോദിച്ചു, എന്താ സിസ്റ്ററെ പോവാഞ്ഞേ? അത് ഞങ്ങൾ പറയത്തില്ല. ചെറുക്കനോട് ചോദിച്ചപ്പം ഡാഡി പറയുന്നത്, ഡാഡിയോട് ചോദിച്ചപ്പം മമ്മിയോട് ചോദിച്ചപ്പോൾ പറയത്തില്ലെന്ന്. എന്താ കാരണം പറ? പറഞ്ഞു, ഫീസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് പോയില്ല. ഈ കാര്യം ഞാൻ ഒരിടത്ത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞപ്പോൾ ഒരാൾ മുമ്പോട്ട് വന്ന് അദ്ദേഹത്തിന്റെ ഫീസ് മുഴുവൻ അടച്ചു. സ്തോത്രം. ഞാനിങ്ങനെ ബൈ ചാൻസിൽ പറഞ്ഞപ്പം ഒരാൾ പറഞ്ഞു, എത്ര ഫീസാണോ അത് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാകുമ്പോൾ അവൻ പഠിക്കുന്നു. അങ്ങനെയുള്ള എത്ര പേരുണ്ടെന്നറിയാം. മാത്രമാണോ, വിവാഹം കഴിച്ച് അയക്കാൻ ഡൗറി കൊടുക്കാൻ പണമില്ലാത്ത എത്ര പേരുണ്ട്? വിവാഹം നമുക്ക് ഡൗറി കൊടുക്കലില്ല. ഞങ്ങളുടെ ചർച്ച അതുകൊണ്ടൊരു ഡിസിഷൻ എടുത്തായിരുന്നു. ഞങ്ങൾ ചർച്ച തുടങ്ങിയപ്പം ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒറ്റ ഒരാൾക്കും ഡൗറി കൊടുക്കത്തുമില്ല. അടുത്തൊരു പ്രിൻസിപ്പിളുണ്ട്, എന്താ, വാങ്ങിക്കുകയില്ലെന്ന്. അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഞങ്ങളുടെ ആമ്പിള്ളേർ കല്യാണം കഴിച്ചത് 1 രൂപ പോലും മേടിച്ചിട്ടില്ല. ഞങ്ങൾ ചർച്ചയായിട്ട് ആദ്യം ഒരു ഡിസിഷൻ എടുത്തിരുന്നു. ഇപ്പോഴോ വിവാഹത്തിന് ചെലവ് പോലും നടത്താൻ കഴിയില്ലാത്ത എത്ര പേരുണ്ടെന്നറിയാം. നമ്മുടെ റോൾ എന്താ? എന്റെ റോൾ എന്താണ്? ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് മൈ റോൾ? ഈ കാര്യങ്ങൾ മുഴുവനും വിരൽ ചൂണ്ടുന്നത് എന്നെയാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയുമാണ്. എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? എന്റെ ഉത്തരവാദിത്വം എന്താണ്? ഞാൻ ഒരു ചർച്ചിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. നിങ്ങൾ ചർച്ചിന്റെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരാണ്. വാട്ട് ഈസ് യുവർ റോൾ? എന്തിനാ നിങ്ങളെ ഒരു സ്ഥലത്താക്കിയിരിക്കുന്നത്? നമുക്ക് നോക്കാം എന്താണ് ബൈബിൾ പറയുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം വായിച്ചേ. എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 23. സഭ എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത് നോക്കാം. എഫീഷ്യൻസ് 1:23. വേഗത്തിൽ വായിച്ചോളൂ. അവന്റെ ശരീരമായ സഭ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? അവന്റെ ശരീരമായ സഭ. അപ്പൊ ഞാൻ ആരാണ്? ക്രിസ്തുവിന്റെ ശരീരമാണ്. ഞാൻ ആരാണ്? ഉറക്കെ പറഞ്ഞേ. ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇനിയുമാണ് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്. നമ്മൾ ശരീരമാണെങ്കിൽ നമ്മുടെ കൊരിന്ത് ലേഖനത്തിലേക്കൊന്ന് വരാം. ഈ കൊരിന്ത് ലേഖനം 12-ാം അധ്യായത്തിൽ ഈ ശരീരത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്ന് വരാം. 1 Corinthians chapter 12 അതിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 Corinthians chapter 12 4 and 5. I'm sorry. Romans 4:5. Romans 12 4 and 5. ഞാൻ 1 Corinthians പറഞ്ഞ, ഞാൻ റിയലി സോറി. റോമാലേഖനം 12-ന്റെ 4-5 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? ഒരു ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. പ്രവൃത്തി ഒന്നല്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. നമ്മെ ഒരു ക്രിസ്തുവിന്റെ ശരീരമായി വെച്ചിരിക്കുകയാണ്. പല അവയവങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയേ, ഞാൻ ഈ അവയവങ്ങൾ എല്ലാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് അവയവങ്ങൾ. ഇതെന്താ? ബ്രെയിനാണ്. ഇതെന്താ?
നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഹാർട്ട് പറയാണ്, ഞാൻ കുറേ നാളെ എന്നോട് മതി പറയാണ്, ഞാൻ 51 വർഷമായി നിന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി എന്നോട് പറയാണ്, ഞാൻ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തോട്ടേടാ. അപ്പൊ ഞാൻ പറയാണ്, എടുത്തോളൂ, 2 മിനിറ്റ് റെസ്റ്റ് എടുത്തു. 2 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ എന്ത് സംഭവിക്കും? പാട്ട് പാടും, ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ നമ്മുടെ സഭയുടെ ചിലപ്പോൾ ബ്രെയിനാ, നമ്മൾ നമ്മുടെ സഭയുടെ കിഡ്നിയാ, നമ്മൾ നമ്മുടെ സഭയുടെ വൻകുടലായിരിക്കാം. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഓരോ ശരീരത്തിന്റെയും വ്യത്യസ്ത അവയവങ്ങളാണ്. എനിക്കെന്താ ഈ സഭയിൽ കാര്യം, എന്റെ സഭയിൽ എനിക്ക് യാതൊരു കാര്യവും എന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചിന്തിച്ചാൽ സഭ എന്ത് ചെയ്യും? തീർന്നു. വർക്കിയങ്ങളിലും ജെയിംസ് ചാനും ഗോൾഡി ബ്രദറിനും ജോൺ ബ്രദറിനും ഇത്രയും പേരുടെ പേരൊക്കെ എനിക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ജെയ്സൺ ബ്രദർ, നിങ്ങളൊക്കെയാണ് ഇത് സഭയുടെ കാര്യങ്ങൾ. ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ എന്താ? ഈ ശരീരത്തിനുള്ള അവയവങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതിന്റെ ഓരോ ശരീര അവയവങ്ങൾക്കും ഓരോ പാർട്ടുണ്ട്. ഈ ചെറുവിരൽ ഞാൻ പിന്നീട് പറയാം, അത് എന്തോ ഒരു പാർട്ടാ. നമുക്ക് ഓരോരുത്തർക്കും ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്ന ഓരോ റോളുണ്ട്. ഇല്ലെങ്കിൽ ദൈവം സഭയിലേക്ക് കൊണ്ടുവരത്തില്ല. അത് കൃത്യമായും ഭംഗിയായും ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ ഞങ്ങളുടെ സഭയുടെ ബ്രെയിൻ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഒരു കാര്യം സഭയുടെ സുവിശേഷ പ്രവർത്തനത്തിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്നില്ല, സഭയിലെ വിശ്വാസികളെ കെയർ ചെയ്യുന്നില്ല, ബ്രെയിൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ ചെയ്യാതിരുന്നാൽ സഭ എന്തായി? നിർജീവമായി. സഭയുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും വൈബായിട്ട് ചെയ്തുകൊണ്ടിരിക്കണതാണ്. നിങ്ങൾ കണ്ടു കാണും, ആദ്യം ഈ വെൽക്കം ഇട്ടപ്പോ ഇതിങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ താഴോട്ട് വന്നോണ്ടിരിക്കുന്നു. ഒരാൾ എന്നോട് ചോദിച്ചു, എടാ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യത്തില്ലായിരുന്നു, നേരെ വന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും വൈബാണെന്ന് കാണിക്കാൻ വേണ്ടി എന്റെ വിഷ്വൽ പോലും അങ്ങനെ കൊണ്ടുവന്നിരിക്കുക, ഇങ്ങനെ എപ്പോഴും എനർജറ്റിക് ആണ് എന്ന് കാണാൻ വേണ്ടി കൂടെയാണ് അത് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. കാരണം നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. നമ്മളിങ്ങനെ ചതഞ്ഞ് എന്നൊരു പ്രയോഗം ഉള്ളതുപോലല്ല, ഒരു പുതിയ വൈബാണ്, ഒരു പുതിയ എനർജറ്റിക് ആണ്. ശരീരത്തിന്റെ അവയവങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം പറയുന്നത്. നമുക്ക് 1 കൊരിന്ത്യരിലേക്ക് ഒന്ന് വരാം. എന്താണ് 1 കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 18-ാം വാക്യം വായിച്ചു. 1 Corinthians 12:18. ദൈവം ശരീരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന, ദൈവം സഭയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെക്കൻഡ് മെത്തേഡ് അവിടെ കാണാൻ പറ്റും. 1 Corinthians 12:18. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. ദൈവം സഭയിൽ, നമ്മുടെ ശരീരത്തിൽ ദൈവം അവയവങ്ങളെ വെവ്വേറെയായി വെച്ചിരിക്കുന്നത് പോലെ ദൈവം സഭയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അവയവങ്ങളെ വെവ്വേറെയായി വെച്ചിരിക്കുകയാണ്. അല്പം രസികമായ ഒരു ടോപ്പിക്കാണ് ഇതെങ്കിലും നിങ്ങൾ ചിരിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഞാൻ ചിരിയിലൂടെ ഒരു കാര്യം പറയാൻ പോവാ. നമുക്ക് എത്ര കണ്ണുണ്ട്? 2 കണ്ണ്. ഈ 2 കണ്ണിന് പകരം 4 കണ്ണായിരുന്നില്ല എന്ത് ചെയ്തേനെ? നോക്കാൻ പറ്റുമോ? പിക്ചറില്ലേ? കാണത്തില്ല. ഓ, ഐ ആം സോറി. കാണാമല്ലേ? ഇപ്പൊ എത്ര കണ്ണുണ്ട്? 4 കണ്ണ്. നോക്കാൻ പറ്റുമോ? ഈ 4 കണ്ണെ നിങ്ങൾ നോക്കാൻ പറ്റുമോ? അടുത്തത് നമുക്ക് നമ്മുടെ വായ ഉണ്ട്. നമ്മൾ ഈ മുഖത്തെ മാത്രം ഒന്ന് നോക്കി, മുഖം മാത്രം ഒന്ന് നോക്കി. ഒന്നിലധികം ശുശ്രൂഷ ചെയ്യുന്ന ഏത് അവയവമുണ്ട് ഈ മുഖത്ത്? ഒന്നിലധികം ഡിഫറെന്റ് മിനിസ്ട്രീസ് ചെയ്യുന്ന അവയവം ഏതുണ്ട്? കണ്ണ് എന്തിനു വേണ്ടിയുള്ള? കാണാനുള്ളതാ. ചെവി എന്തിനുള്ളതാ? കേൾക്കാനുള്ളതാ. മൂക്ക് എന്തിനുള്ളതാ? മണക്കാനുള്ളതാ. പക്ഷെ ഇതെല്ലാം 2. കണ്ണ് ഒരേ ജോലി ചെയ്യുന്നുള്ളൂ. ചെവി എന്തിനുള്ള? കേൾവിക്ക് മാത്രം. 2. വായോ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ സംസാരിക്കുന്നു. ഇടയ്ക്ക് മൂക്കടഞ്ഞിരുന്നാൽ വായിലൂടെ ശ്വാസം വരെ നമ്മൾ വിടും. പക്ഷെ എത്ര വായ തന്നുള്ളൂ? 1 തന്നുള്ളൂ. ഇനി 1 കൂടെ ഉണ്ടായിരുന്നില്ല എവിടെ വെച്ചേനെ? നിങ്ങൾ ഈ പിക്ചർ ഒന്ന് കണ്ടു നോക്കി. 1 കൂടെ ഉണ്ടായിരുന്നില്ല എവിടെ വെച്ചേനെ? ഇവിടെ കൊണ്ടുവന്ന ഒരു വായുടെ വെച്ചാൽ നമ്മളെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ദൈവം ഓരോ അവയവങ്ങളെയും കൃത്യമായ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മൂക്ക് എങ്ങനെ?
താഴോട്ടാ. ഈ മൂക്ക് നേരെ മേലോട്ടായിരുന്നു. എം പി ജോൺ സാറിന്റെ ഒരു പ്രസംഗം ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. എം പി ജോൺ സാറ് പറഞ്ഞത്, ഇത് നേരെ മേലോട്ടായിരുന്നെങ്കിൽ പുക വിടാൻ വേണ്ടി പുകക്കുഴൽ പോലെ ട്രെയിനിന്റെ പുകക്കുഴൽ പോലെ വെച്ചിരിക്കുന്നത്, മേലോട്ടല്ല വെച്ചിരിക്കുന്നത്. എന്താണ്? താഴോട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത് നീ മേലോട്ട് വന്നായിരുന്നു. ഒരു ചൈനയിലെ ഒരു മനുഷ്യൻ ഓപ്പറേഷൻ ചെയ്ത് അവന്റെ മൂക്ക് മേലോട്ട് വന്നു. അവന്റെ മൂക്ക് മേളിലായിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, നല്ല ഇടവപ്പാതി മഴയ്ക്ക് വെളിയിൽ പോകാൻ പറ്റുമോ കുടയില്ലാതെ? മൂക്കിനകത്തോട്ട് വെള്ളം ഇറങ്ങിയാലുള്ള അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ പറഞ്ഞത് വളരെ രസികമാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മളെ ഓരോ പ്ലേസിൽ വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നെത്തിരിക്കുകയാണ്. ആണ്ടിപ്പെട്ടിയിൽ കർത്താവിന്റെ ദാസനെ ആക്കി, എന്നെ നെല്ലിയാടിയിലാക്കി. നമ്മൾ ആഗ്രഹിച്ചാണോ? ഞാൻ ആയുസിൽ കർണാടക എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടില്ല. നിങ്ങൾ തൃശ്ശൂർ വരുമെന്ന് നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചോ? ഓ, പറഞ്ഞാട്ടെ, ക്ലാസ് അല്ലേ, പ്രസംഗമാണ്, ഞാൻ അങ്ങനെ അങ്ങ് പോവാം. ഇത് ക്ലാസ് ആണല്ലോ. നിങ്ങൾ തൃശ്ശൂര് വിവാഹം കഴിച്ചു വരുമെന്ന് എന്തെങ്കിലും വിചാരിച്ചോ? പെരുമ്പാവൂർ ജീവിച്ചോ വിചാരിച്ചോ? ഇല്ല. കോഴിക്കോട്ട് വെച്ച് ഇങ്ങോട്ട് വരുന്ന ആഴ്ച വിചാരിച്ചോ? ഇവരെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ചോദിക്കുന്നത്. നിങ്ങൾ തൃശ്ശൂർ അല്ലാതെ എത്രയോ പേര് തൃശ്ശൂർ വന്ന് താമസിക്കുന്നു. ചിന്തിച്ചോ? ചെന്നൈയിലായി, മറ്റു രാജ്യത്തായി. ദൈവം തമ്പുരാനാണ് നിങ്ങളെ ആക്കിയെന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്, മറക്കരുത്. ദൈവം ഇഷ്ടമുള്ളിടത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശരീരത്തിൽ അവയവങ്ങൾ പ്ലേസ് ചെയ്തതുപോലെ ദൈവം തമ്പുരാൻ നമ്മളെ ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഇരുന്നിട്ട് എന്തുണ്ടാക്കാൻ പാടില്ല? ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പാടില്ല. ബെസ്റ്റായിട്ടാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ മറക്കരുത്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ദൈവം പ്ലേസ് ചെയ്തതുപോലെ തന്നെ ദൈവം സഭയിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തിന് ഇഷ്ടമുള്ളിടത്ത് നമ്മളെ പ്ലേസ് ചെയ്തു. അത് നമ്മുടെ ഇഷ്ടമല്ല. നമ്മൾ ഏത് മതത്തിൽ ജനിക്കണം നമ്മളാണോ തീരുമാനിച്ചത്? ആണോ? നമ്മുടെ പേരൻസ് ആരായിരിക്കണം നമ്മളാണോ തീരുമാനിച്ചത്? നമ്മുടെ മുഖത്തിന്റെ കളർ എന്തായിരിക്കണം നമ്മളാണോ തീരുമാനിച്ചത്? ഞാൻ പറയുകയാണെങ്കിൽ ചിരിക്കുമ്പോൾ എന്റെ മോണ കാണും, അതുകൊണ്ട് ഞാൻ നല്ലോണം ഒന്നും ചിരിക്കാറില്ല, ഇങ്ങനെ പുഞ്ചിരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ ചിരിക്കുന്നു. അതിന് മോണ കാണുമായിരിക്കാം. ദൈവമാണ് ഡിസൈൻ ചെയ്തത്. ദൈവമാണ് അൾട്ടിമേറ്റ്ലി ഓൾ ഗ്ലോറി ടുവേർഡ്സ് ഹിം. ദൈവത്തിനാണ് സർവ്വമഹത്വവും. നമ്മൾ ഇതിനകത്ത് ഒന്നും ഒരു പാർട്ടല്ല. ദൈവം നമ്മളെ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് എന്തിനാണെന്നറിയാമോ? ടു പ്രസന്റ് ഹിസ് ഗ്ലോറി. നിങ്ങൾ ഈ അവയവങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കി. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവം നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ വെച്ചിരിക്കുന്നത്. വായിച്ചേ, വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 12-ാം അധ്യായം ഈ പശ്ചാത്തലത്തിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം, ഞാൻ ബൈബിൾ വായിക്കുന്നത് അങ്ങനെ നിർത്തിയാണ്, അതുകൊണ്ടാണ്. നിങ്ങൾ വായിക്കുന്നതോടുള്ള ദോഷം കൊണ്ടല്ല, അതിന് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ ശരീരത്തിന്റെ ഫങ്ഷൻ കറക്റ്റ് ആയിട്ട് വരാൻ. മൂന്നാമത്തെ അർത്ഥത്തിലേക്ക് വരാം. ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്ന അതേ 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമ്മൾ വായിക്കുന്നു. 12-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് മാനം കുറവുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? അധികം മാനം നൽകും. മുഖത്തിന് കളർ ഇല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലോണം ഒന്ന്. മുഖം കറക്കാനും മുഖം വെളുപ്പിക്കാനും എന്തെങ്കിലും പുതിയ ടെക്നിക്ക് ഉണ്ടോ? ഒന്നുമില്ല. ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിച്ചാൽ മുഖം വെളുക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മളൊക്കെ ബലഹീനരാണെങ്കിൽ, നമ്മുടെ മൈന്യൂട്ട് കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കുന്നത് ആരാ? ദൈവമാണ്. ആ കുറവ് പ്രശ്നം ഉണ്ടാക്കരുത്, ആ കുറവ് പരിഹരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? എവിടെ പറയാണ്? മാനം കുറവുള്ളത് നമ്മൾ എന്ത് ചെയ്യും? മുടി കറുത്തു, വെളുത്തു, നമ്മൾ എന്ത് ചെയ്യും? കറുപ്പിക്കും. അല്ലേ? കറുപ്പിക്കും. ഞാൻ കറുപ്പിച്ചതല്ല, എൻ്റെ നാച്ചുറൽ കളറാണ്. കളർ ചെയ്യുകയുമില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ ചിലരെന്ത് ചെയ്യാം? ചുരുളം മുടിയാണ്, എന്ത് ചെയ്യും? നീട്ടും. എന്തിനാണെന്നറിയാമോ? മാനം കുറഞ്ഞതെന്ന് നമ്മൾ വിചാരിക്കുന്നതിനെ നമ്മൾ മാനം അധികം നൽകും. ഇതൊരു ഹ്യൂമൻ നേച്ചറാണ്. ദൈവവും അതുപോലെ തന്നെ മാനം കുറവുള്ളവൻ എന്ത് തരും? അധികം മാനം തരും. ഒരിക്കലും ഈ 5 വിരലുകൾ തമ്മിൽ വഴക്കുണ്ടാകും. ആരാണ് ഏറ്റവും മിടുക്കൻ? ഈ പുള്ളി പറഞ്ഞു ഞാനാണ് ഏറ്റവും മിടുക്കൻ. എന്താ ഇന്നിവിടെ പറയുക? തള്ളവിരൽ. ഞങ്ങളിവിടെ തന്തവിരൽ എന്നാണ് പറയുന്നത്.
എന്ത് പറഞ്ഞു? ഞാൻ തള്ളവിരലല്ലേ, തള്ളവിരലാണ്, ഞാനാണ് മിടുക്കൻ. നോക്ക് എന്ത് വണ്ണമാണെന്ന് അറിയാമോ? ഞാനാണ് ഏറ്റവും മിടുക്കൻ. മറ്റേ പുള്ളി പറഞ്ഞു, എടാ വെറുതെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല, ചൂണ്ടുന്നത് ആരെയാ? ഞാനാ. നീ വണ്ണം ഉണ്ടായിട്ട് എന്താ പറയുന്ന കാര്യം? എന്തെങ്കിലും കാര്യം പറയാമെങ്കിൽ ചൂണ്ടി പറയുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും മിടുക്കൻ. മറ്റവൻ പറഞ്ഞു, വെറുതെ വഴക്കുണ്ടാക്കണ്ട, വണ്ണം നിനക്കായിരിക്കാം, നീളം ചൂണ്ടുന്നത് നിന്നെ ആയിരിക്കാം, പക്ഷെ നീളം ഒന്ന് നോക്കി, ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് ഈ ഏറ്റവും മിടുക്കൻ. അവൻ പറഞ്ഞു. നാലാമത്തെ പറഞ്ഞു, എന്താ കാര്യം? വണ്ണം ഉണ്ടാകാം, ചൂണ്ടുന്നത് നിന്നെ ആയിരിക്കാം, നീളം ഉണ്ടാകാം, പക്ഷെ നിന്റെ വിവാഹം വരുന്ന സമയത്ത് റിങ് ഇടുന്നത് എവിടാന്നറിയാം? ഞാൻ എൻ്റെ പറയല, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. ഈ പാവം പിടിച്ച ഈ പുള്ളിക്ക് ഒന്നും പറയാനില്ല. ഇവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പാവം പിടിച്ച ആള് പറഞ്ഞു, അയ്യോ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഇദ്ദേഹം, ഒരു കഥയാണ്, ഇദ്ദേഹം പറഞ്ഞു, ശരിയാണ്, നിങ്ങൾക്കൊക്കെ ഒരുപാട് കഴിവുണ്ടായിരിക്കാം, പക്ഷെ when we come before the Lord, I am the first one. ദൈവം മുമ്പാകെ വരുമ്പോൾ ഞാനാണ് ഏറ്റവും മുമ്പിൽ, ബാക്കിയുള്ളവരെല്ലാം പുറകില്ല. ചെറുതിനാണ് എപ്പോഴും ദൈവം പരിഗണന കൊടുക്കുന്നതെന്ന് ഓർക്കണം. നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നുവോ അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളൊന്ന് വരിക. ദൈവമേ, എനിക്ക് യാതൊരു കഴിവുമില്ലാത്ത ഒരാളാണ് എന്നൊന്ന് സമ്മതിച്ചാൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ആദരിക്കാനായിട്ട് കഴിവുള്ള ആളാണ്, ഒരു സംശയമില്ല. ഞങ്ങളുടെ വീട്ടിൽ രണ്ടുപേര് വന്നാൽ ഞാൻ അടുക്കളയിൽ പോകുന്നവനായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ ഫാദർ 3 വയസ്സിൽ മരിച്ചു പോയതാണ്. അപ്പം ഇൻഫിനിറ്റി കോംപ്ലക്സിന്റെ ഉസ്താദായിരുന്നു ഞാൻ, അതിന് PhD എടുത്ത ആളായിരുന്നു. 10ാമത്തെ വയസ്സ് വരെ ഞാൻ ഒരാളോടും സംസാരിക്കത്തില്ലായിരുന്നു, മിണ്ടത്തില്ലായിരുന്നു. 16ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു കസിൻ എന്നെ കാണാൻ വന്നു. ലുധിയാനയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, അവൻ ചേട്ടനാണെങ്കിലും ഞാൻ അവനെന്നാ വിളിക്കുന്നത്. പുള്ളി എന്നെ കാണാൻ വന്നപ്പോഴാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്. പുള്ളി എന്നോട് പറഞ്ഞടാ, നീ അങ്ങനെ വിഷമിക്കേണ്ട ആളൊന്നും അല്ല, നിന്നെക്കുറിച്ചും ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ പോലെ നീ അല്ലാതെ വേറൊരാൾ ഇല്ല. ആ ഒരൊറ്റ തോട്ടാണ് എന്നെ പ്രൊമോട്ട് ചെയ്തത്. നിന്നെ പോലെ നീ അല്ലാതെ വേറൊരാൾ ഇല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്ത കാര്യം നമ്മൾ വായിക്കുന്നത് എന്ത് ചെയ്യുന്നറിയാമോ? 1 കൊരിന്ത്യർ 12-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 Corinthians 12:25. 12:20. ആ ആ ആ ആ നോക്കണേ, യൂണിറ്റിയാണ്. ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ എന്താണ്? ഐക്യത ഉണ്ടാകണം. അതിനുവേണ്ടി ദൈവം ചെയ്തത് എന്താണെന്ന് അവിടെ പറയുന്നത്. എന്തിനു വേണ്ടി ദൈവം ചെയ്തേ? ഇപ്പൊ ഈ കൈകൾ നമ്മൾ പാട്ട് പാടുമ്പോൾ 2 കൈയും ചേർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുന്നുണ്ട്. അല്ലാത്ത ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇത് രണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ടോ? ഇത് വഴക്കുണ്ടാക്കുന്നതായിട്ടാണ് സാഹിത്യകാരൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ, വഴക്കുണ്ടാക്കുമ്പോൾ ഒച്ച വരുന്ന ആകെ ഒരു അവയവം ശരീരത്തിലുണ്ട്, അത് കൈയാണ് എന്നൊരു സാഹിത്യകാരൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഈ കൈകൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രാവിലെ വീട്ടിൽ ചെയ്യാത്ത കാര്യമാണെങ്കിലും പറയാം, ഞാനൊന്ന് കറിക്ക് അരിഞ്ഞു എന്നിരിക്കട്ടെ, പയർ ചെന്ന് അരിഞ്ഞു കൊടുത്തു മിനിയെ സഹായിക്കാൻ വേണ്ടി. കൈ അല്പം ഒന്ന് മുറിഞ്ഞു, ഓടിപ്പോയി എന്ത് ചെയ്യും? ഒന്നില് ബാൻഡേഡ് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് വരട്ടെ, കാരണം കൈ മുറിഞ്ഞു. പർപ്പസ്ഫുള്ളി നമ്മൾ ആരെങ്കിലും നമ്മുടെ വിരലിനെ മുറിക്കുവോ? പക്ഷെ നമ്മൾ സഭ ചെയ്യുന്നത് എന്താ? നമ്മൾ സഭ ചെയ്യുന്നത് എന്താ? നമ്മുടെ വീട് ചെയ്യുന്നത് എന്താ? നീ അവിടെ ഇരിക്കെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ചെയ്താൽ മതി. നീ പറയുന്ന, ഇപ്പൊ ഞാൻ ഈ കർണാടക ഇത്രയും വർഷമായതുകൊണ്ട് പല സഭകളുടെയും പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ പോകും. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊടക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഭയങ്കര രസകരമായ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. നിസ്സാര കാര്യം മതി. ഇപ്പൊ ഞാൻ പൊതുവെ പോകാറില്ല, കാരണം അത് നന്നാവൂല എന്ന് മനസ്സിലാകുന്നത്, പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പോകാറില്ല. പക്ഷെ പോകുമ്പോഴൊക്കെ ചോദിച്ചൊരു കാര്യം, ഞാൻ ഇത് മൗനമായിട്ടിരുന്ന് കേൾക്കും. എല്ലാ പ്രോബ്ലങ്ങളും കേട്ട് മൗനമായിരുന്ന് കേട്ടതിന് ശേഷം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ സഭകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വ്യക്തികളിലുള്ള കുടുംബങ്ങളിൽ ഉള്ള പ്രോബ്ലംസ് സൊല്യൂഷൻ ചെയ്യാനായിട്ട് കഴിവുള്ളവർ നമ്മളല്ലേ? ഈ യൂണിറ്റി നശിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഗലാത്യ ലേഖനത്തിലേക്ക് ഒന്ന്, ഗലേഷ്യൻസിലേക്ക് ഒന്ന്, ഈ പിക്ചർ നിങ്ങളൊന്ന്, ഈ പിക്ചർ ഒന്ന് കണ്ടിട്ട് പോകാം. ഒരു തീപ്പെട്ടി, തീ കത്തി വരികയാണ്. അടുത്ത ഒരാളിലേക്ക് അത് വ്യാപരിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്താൽ മതി? ഒന്ന് താണാൽ ആ തീ അങ്ങോട്ട് എന്ത് ചെയ്യല? പടരുകയില്ല. പക്ഷെ നമ്മൾ മാറുമോ?
നമ്മൾ മാറുമോ? ഞാൻ പറഞ്ഞതാണ് നിങ്ങളൊന്ന് താണ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല? താഴത്തില്ല. ബൈബിൾ എന്താ പറയുന്നത്? ഗലാത്യ ലേഖനത്തിലെ 3 സ്റ്റേറ്റ്മെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗലാത്യ ലേഖനം സഭയെ കാര്യം പറയുമ്പോൾ 5:8, ഗലേഷ്യൻസ് 5:8, 3 ശക്തമായ പ്രയോഗങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഗലേഷ്യൻസ് 5:8 വായിച്ചേ. നിങ്ങളെ അനുസരിപ്പിച്ചതെന്നാണ് അവിടെ പറയുന്നത്. ഗലാത്യ ലേഖനത്തിന്റെ ടോപ്പിക് അനുസരിച്ച് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ന്യായപ്രമാണം കൂടെ അനുസരിച്ചാലേ രക്ഷ വരുവുള്ളൂ എന്ന് കംപ്ലീറ്റ് പറഞ്ഞവരോട് പൗലോസ് വാൺ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളെ അനുസരിപ്പിച്ചവർ എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ദോസ് ഹു ഇൻസ്പയർഡ് യു. ഇത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചവരുണ്ടല്ലോ. സഭയിൽ പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവര് വളരെ പ്രസന്റബിളാ. അവര് നോക്കുമ്പോൾ ഭയങ്കര പാവമാണ്. ഒരൊറ്റ വാക്ക് മതി, ഒരു ചെറിയ തീപ്പൊരി ഇട്ടിട്ട് അവരിങ്ങനെ മാറിയിരിക്കും. പ്രശ്നം ഉണ്ടാക്കണം എന്ന് അവർക്ക് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഇന്നത് കാണുന്ന ഭയങ്കര രസമായി. ഇങ്ങനെ അറിയാതോ അറിഞ്ഞോ ഇതാണ്. ഒന്നാമത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. യൂണിറ്റ് തകർക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ പദപ്രയോഗം 10ാമത്തെ വാക്യം. നിങ്ങളെ കലക്കുന്നവർ എന്നാണ് രണ്ടാമത്തെ പ്രയോഗം. ദോസ് ഹു ഡിസ്റ്റർബ് യു. നിങ്ങളെ കലക്കുന്നവർ, അതാണ് രണ്ടാമത്തെ പ്രയോഗം. മൂന്നാമത്തെ പ്രയോഗത്തിലേക്ക് വരാം. യൂണിറ്റ് തകർക്കാൻ ഉപയോഗിക്കുന്നത് 12ാം വാക്യം. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ. ഈ 3 പേർക്കുള്ള ശിക്ഷ ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തെ വാക്യം മുതൽ, അതായത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നവർ എന്നുള്ളത് ഒന്ന് വായിക്കാം. 8ാം വാക്യം. നിങ്ങളെ പ്രേരിപ്പിക്കുന്നവർക്ക് എന്ത് കിട്ടും? പറഞ്ഞിട്ടില്ല, ഒന്നും ഇല്ല. 10ാം വാക്യത്തിലേക്ക് വന്നേ. ആ 2 പ്രാവശ്യം ആവർത്തിച്ച് വായിക്കണേ. ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണേ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വായിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ കലക്കുന്നവൻ എന്ത് ചുമക്കും? ശിക്ഷാവധി ചുമക്കും. ഞാൻ ചെറുപ്പത്തിൽ ഒരു അച്ചായനോട് ഇരിപ്പുണ്ട്, ഞങ്ങളുടെ കീഴ്വായ്പൂരുകാരൻ. അതിനടുത്ത് നടന്നൊരു സംഭവമാണ്. ഒരു സഭയിൽ കർത്തൃമേശ വെച്ചത് ആ സഭയിലെ മൂപ്പന്റെ മോനാണ്. കർത്തൃമേശ വെച്ചത്. അപ്പൊ സാധാരണ മറ്റൊരു മൂപ്പനാണ് അത് വെക്കുന്നത്. അപ്പൊ ഞാന് VBS എന്ന് പറയുന്ന ആ പ്രസ്ഥാനം നമ്മുടെ ഇടയിൽ തുടങ്ങിയേ ഉള്ളൂ. അതിന്റെ പ്രൊമോഷനായിട്ട് ഞാൻ അവിടെ പോയിരിക്കുകയാണ്. അവരെ പറയാൻ വേണ്ടി പോയിരിക്കുക. ഈ കർത്തൃമേശ കൊണ്ട് വെച്ചു. മറ്റൊരു മൂപ്പനാ വെക്കുന്നത്. മറ്റേ മൂപ്പൻ വെച്ചാൽ കുഴപ്പമില്ല. ഈ മൂപ്പന്റെ മോൻ വെച്ചപ്പോഴത്തേന് പ്രശ്നമായി. ചേട്ടൻ മൂപ്പൻ, അതായത് വലിയ ഒറിജിനൽ വലിയ മൂപ്പൻ എന്ന് പറയുന്ന മൂപ്പന്റെ മോൻ വന്നിട്ട് അതിനെന്ത് ചെയ്യുന്നറിയാം, ഒറ്റ തട്ട് തട്ടി. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ആ പിക്ചർ മാറിയിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ആ കർത്തൃമേശയുടെ ബണ്ണ് തെറിച്ചു പോയി. പ്രായം ഉണ്ടായിരുന്ന 2-3 അപ്പച്ചന്മാർ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് അവിടെ വെച്ചു. പക്ഷെ അടുത്ത വർഷം ആ സമയത്തിനുള്ളിൽ അവൻ ഈ ലോകത്തിൽ നിന്ന് ദാരുണമായി മരണപ്പെട്ടു. നമ്മൾ വിചാരിക്കും ഭയങ്കര നിസ്സാരമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ കർത്തൃമേശയെന്നും അല്ലെങ്കിൽ ഈ ആരാധന മീറ്റിങ്ങും ഈ കാര്യമൊക്കെ വളരെ നിസ്സാരമാണെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, അവൻ ശിക്ഷാവധി എന്ത് ചെയ്യും? ചുമക്കും. നമ്മുടെ ശരീരത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടാക്കുന്ന അവയവങ്ങളെ എന്താ സാധാരണ ഡോക്ടേഴ്സ് ചെയ്യുന്നത്? ഇങ്ങനെ ഷുഗർ വന്നിട്ട് കൂടി കൈ വിരൽ പഴുത്തു, അല്ലെ കാലിന്റെ വിരൽ പഴുത്തു, ഉടനെ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. കുറച്ചുകൂടെ മേലോട്ട് വരുമ്പം കാലിന്റെ മേലോട്ട് കയറി കാല് കട്ട് ചെയ്യും. ഇത് ഡോക്ടേഴ്സ് ചെയ്യുന്നതാണെങ്കിൽ, കാരണം അത് അവിടെ ഇരുന്നാൽ ശരീരത്തിൽ പ്രശ്നമുണ്ടെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാകുന്നത് ശരിയാണെങ്കിൽ, ബൈബിൾ വെളിപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങളിൽ കലഹം ഉണ്ടാക്കുന്നവനെ ശിക്ഷാവധി ചുമക്കുമെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദൈവദാസന്മാർക്കെതിരെ ഒരു ശബ്ദം പോലും നിങ്ങളുടെ വായിൽ നിന്നുണ്ടാകാൻ പാടില്ല. അവർ തെറ്റ് ചെയ്തോട്ടെ, എന്ത് ചെയ്തോട്ടെ, എന്തായിക്കോട്ടെ. എൽഡേഴ്സ്, ദൈവം നിയമിച്ച ആളുകൾ, അവർക്കെതിരെ ഒരു ശബ്ദം പോലും ഉണ്ടാകരുത്. ഞാൻ എൻ്റെ ചർച്ചിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ
മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ ദൈവം കാക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശിക്ഷാവിധി ചുമക്കുമെന്ന് പറഞ്ഞാൽ ചുമക്കും, ഒരു സംശയമില്ല. അടുത്ത വാക്യം വായിച്ചേ, 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം വായിച്ചേ. എന്ന് പറഞ്ഞാൽ എന്താ? അംഗച്ഛേദം ചെയ്യാന്ന് പറഞ്ഞാൽ സെയിം. ആ അംഗം ഛേദിക്കണം എന്ന് പറഞ്ഞാൽ കൈ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ ഡോക്ടേഴ്സ് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടായി പ്രയാസം ഉണ്ടായി കട്ട് ചെയ്യുന്ന പോലെ അംഗച്ഛേദം ചെയ്യണം. ശരീരത്തിന്റെ ഒരു പാർട്സ് കട്ട് ചെയ്ത് പോയിട്ടുള്ള ആരെങ്കിലോട് ഒന്ന് ചോദിക്കണം, വേദന എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. ഷുഗറോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ക്യാൻസർ കൊണ്ടോ ശരീരത്തിന്റെ പാർട്സുകൾ കട്ട് ചെയ്തവരോട് ചോദിക്കണം, വേദന ഉണ്ടെന്ന്. ഒരു അംഗം ഛേദിച്ചാൽ ഉണ്ടാകുന്ന വേദന. സഭകളിൽ യൂണിറ്റി നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും, അത് എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും, അവൻ ശിക്ഷാവിധി ചുമക്കും. കാരണം എന്നറിയാമോ? അനേകർ അതിനോട് മലിനപ്പെട്ട് അഭക്തനായി തീരരുതെന്നാണ് പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് യൂണിറ്റി, സഭയുടെ യൂണിറ്റി, ഐക്യത, എന്റെ സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആരും അഭക്തനായി പോകാനിടയാകരുത്, ആരും ദൈവകൃപ വിട്ടുപോകാനിടയാകരുത്. അങ്ങനെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷാവധി ആ വ്യക്തി തന്നെ ചുമക്കും, ഒരു സംശയമില്ല. കാരണം ഇത് എന്റെ സഭയല്ല. 20-28 നമ്മൾ വായിച്ച ഓർമ്മയുണ്ടോ? തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. അത് തൃശ്ശൂരായിരുന്നാലും നെല്ലിയാടി ആയിരുന്നാലും മലേഷ്യ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും കർത്താവിന്റെ ആണ് സഭ. ആ സഭയിൽ അത് പെന്തിക്കോസ് ആയാലും ബ്രദർ ആയാലും ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ആയാലും ക്രിസ്തു സഭ ആയാലും ഏതായാലും ക്രിസ്തുവിന്റെ ആണ് സഭ. അതിനെ ആര് കലഹിപ്പിച്ചാലും, ആര് വേദനിപ്പിച്ചാലും, ആര് ഇൻസ്പയർ ചെയ്താലും നന്നാവൂല, ആയുസ് നന്നാവൂല. എന്റെ വല്യപ്പൻ ഒരു സുവിശേഷനായിരുന്നു, വളരെ സാധുവായ സുവിശേഷനാണ്, അറിയപ്പെടുന്ന സുവിശേഷനാണ്. പക്ഷെ എന്നോട് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു 2 കാര്യം. എടാ, എനിക്ക് നിന്നോട് 2 കാര്യം പറയണം. നിന്നെ ഭാവി കർത്താവ് വിളിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നീ ഒരു സുവിശേഷനാണ്, ഉറപ്പുണ്ട്. 2 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നിന്റെ ആവശ്യം ഒരിക്കലും മനുഷ്യരോട് നീ പറയരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവ മക്കളെ ഒരു വാക്കുകൊണ്ട് പോലും നീ വേദനിപ്പിക്കും. ഈ 2 കാര്യം ഇങ്ങനെ പ്രതിധ്വനി പോലെ ദിവസവും ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, വലിയ അറിയപ്പെടുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനും കവലയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഏറ്റുപറഞ്ഞ ഉപദേശിയാണ്. പുള്ളിക്ക് ഭയങ്കര സൗണ്ടായിരുന്നു, ഏറ്റുപദേശിയായിരുന്നു. വെണ്ണിക്കുളം ജംഗ്ഷനിൽ നിന്നിട്ട് ഉച്ചത്തിൽ വിളിച്ച് പറയുന്ന പാവം പിടിച്ചൊരു ഉപദേശിയായിരുന്നു. പക്ഷെ ആ അനുഭവജ്ഞാനത്തിൽ പറഞ്ഞു 2 കാര്യം. ഇന്ന് വരെ ദൈവത്തിന്റെ കൃപയാൽ അത് നിവർത്തിക്കാനായിട്ട് കർത്താവ് കൃപ തരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2ാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരാളെ പോലും എന്ത് ചെയ്യരുത്, പറഞ്ഞേ, വേദനിപ്പിക്കരുത്. ഒരുപക്ഷെ അറിയാതെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടാകാം. സഭയുടെ ചില കർശനമായിട്ട് കാര്യങ്ങൾ പറയുന്ന വേദന അതല്ല, പർപ്പസ്ഫുള്ളി അവരെ വേദനിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിൽ അവരെ വേദനിപ്പിക്കണം. കാരണം എന്താ പറയാ, അവര് പോയിരുന്ന് കരഞ്ഞാൽ അയ്യോ ആ കരച്ചിൽ ഭയങ്കര. കാരണം ഞാനൊരു വിധവയുടെ മകനായതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ അമ്മ കരയുന്ന കണ്ണുനീര് ഞാൻ ഓരോ നിമിഷവും കണ്ടിട്ടുണ്ട്. ഓരോ അപമാനങ്ങൾ വരുമ്പോൾ, പരിഹാസം വരുമ്പോൾ കരയുന്ന കരച്ചിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അതിന്റെ തീവ്രത അറിയാം. ആ ലാസ്റ്റ് കാര്യം, 5ാമത്തെ കാര്യം, ഗലാത്യ ലേഖനത്തിൽ പറയാണ് എന്ത് ചെയ്യണം? കൊരിന്ത്യർ ലേഖനത്തിൽ പറയാണ് സഭയോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 26-ാം വാക്യം. 1 Corinthians 12:26. എന്ത് ചെയ്യണം? ശരീരത്തിൽ അവയവങ്ങളെ വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരാൾക്ക് മാനം വന്നാൽ മറ്റേ അവയവം എന്ത് ചെയ്യും? സന്തോഷിക്കും. എന്തൊരു ആനന്ദമാണെന്നറിയാമോ? എന്തൊരു ഹാപ്പിയാണ്. നമ്മുടെ ശരീരങ്ങൾ എപ്പോഴെങ്കിലും പരസ്പരം വഴക്കടിക്കുമോ? ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാൻ പോകും, ഒരു തിങ്കിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ഉത്തരം പറയാം. നിങ്ങൾക്ക്, എന്റെ ക്വസ്റ്റ്യൻ വളരെ ഷാർപ്പാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ
ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? നമ്മളെ തന്നെ. നമ്മളെയാണെന്നാണ് പറയുന്നത്. അവരവരെയാണ്. ആണോ? യെസ്, നമ്മളെ തന്നെയാണ്. അതുകൊണ്ടാണ് കണ്ണാടിയുടെ മുമ്പിൽ എത്ര സമയം നിൽക്കും? പൗഡർ ഇടും, ബെസ്റ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കും. കാരണം നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. കറക്റ്റാ, സംശയമൊന്നുമില്ല, നമ്മളെയാണ്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കൈയെ ഉപദ്രവിക്കുമോ? എന്റെ കൈ, ഈ വിരള കുറെ പ്രശ്നമാണ്, നിനക്ക് രണ്ടെണ്ണം തരാം പറയോ? ഇല്ല, ഒരിക്കലും പറയാം. അതിനെ എത്രയും പ്രൊട്ടക്ട് ചെയ്യാമോ, എത്രയും സംരക്ഷിക്കാമോ അത്രയും സംരക്ഷിക്കുകയാണ്. സെയിം പദമാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളിൽ എന്ത് ചെയ്യണം? ഭിന്നത വരാതെ ഐക്യമായി തീരാൻ, അന്യോന്യം കരുതാൻ. ഒരാൾക്ക് മാനം വന്നാൽ അത് ഏറ്റവും വലിയ മാനമാണ്, ഒരാൾക്ക് ദോഷം വന്നാൽ മറ്റൊരാൾക്ക് ദോഷമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ സഭയിൽ എന്നെ ആക്കി, എന്നെ സ്ഥലത്താക്കി, ഉത്തരവാദിത്തത്തിലാക്കി എന്ന് ദൈവം തമ്പുരാൻ നമ്മളോട് ഓരോരുത്തരും പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, എൻ്റെ സഭയിൽ എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? എന്നെ ദൈവമായി സഭയിലാക്കിയത്, ദൈവമാണ് ഓരോ സ്ഥലത്താക്കിയത്, ദൈവമാണ് മാന്യമായിട്ടാക്കിയത്, ദൈവമാണ് ഓരോ പൊസിഷൻ തന്നാക്കിയിരിക്കുന്നത്. അത് വെക്കേണ്ട സ്ഥലത്ത് തന്നെ ദൈവം വെച്ചിരിക്കുക. പക്ഷെ ഞാൻ ആ ഉത്തരവാദിത്തം ഫെയ്ത്ത്ഫുൾ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലോ? ചിലർ പറയൂ, എന്നെ കൊണ്ടൊന്നുമില്ല ബ്രദറെ, ഞാൻ പാവമാണ്. സ്റ്റാൻലി ഇവിടെ ഇരിപ്പുണ്ട്, ഭയങ്കര മ്യൂസീഷ്യനാണ് അദ്ദേഹം. സ്ട്രിങ്സ് ഉപയോഗിക്കുമ്പോൾ, ബേസ് ഗിറ്റാറോ ലീഡ് ഗിറ്റാറോ, ആ സ്ട്രിങ്സിന് ഓരോന്നിനും ഒരു സൗണ്ട് ഉണ്ട്. അപ്പം ഇവിടെ ഒരു മോനുണ്ട്, അവനെ ഇങ്ങനെ ഒരു ചെറിയ ചിഞ്ചില് പോലുള്ള സാധനം അടിക്കുന്ന നിങ്ങൾ കാണുകയാണ്. ഇന്നലെയൊക്കെ ഒരു ചെറിയ സാധനം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പൊ നീ സംഗീതത്തെ കുറിച്ച് അറിയാത്തവർക്ക് ഈ സാധനം ഇങ്ങനെ അടിക്കുന്ന കണ്ട ഒന്നും തോന്നുന്നില്ല. പക്ഷെ ആ ചെറിയൊരു സാധനത്തിന് എന്താ അറിയാമോ, അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട് ആ മ്യൂസിക്കിനകത്ത്. അപ്പൊ ആ മോൻ വിചാരിക്കുക, ഓ ഇതിനകത്ത് വലിയ ഇമ്പാക്ട് ഒന്നുമില്ല, ഞാനിത് അടിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ ആ പാട്ടിനകത്ത് അതിന്റെ ഇഫക്റ്റ് വരത്തില്ല. ആ ചെറിയൊരു സൗണ്ടാണ്, എന്നുള്ള സൗണ്ടാണ്, പക്ഷെ അതിനും ആ പാട്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ചെറുതല്ലേ, ഇതിനകത്ത് എന്നിൽ. നോ, അങ്ങനെയല്ല. നിങ്ങൾക്കും നിങ്ങളുടെ സഭയിൽ അമൂല്യമായ ഒരു പാട്ടുണ്ട്. അവിടുത്തെ ദൈവദാസന്റെ പാട്ടല്ലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, പക്ഷെ മൈന്യൂട്ട് ഒരു പാട്ടുണ്ട്. ദൈവം നിങ്ങളെ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാട്ട് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഹാർട്ട്, ലങ്സ്, വൻകുടല്, ഇതെല്ലാം അവരവരുടെ പാട്ട് ചെയ്യാതെ അല്പസമയം മൗനമായിരുന്നാൽ നമ്മുടെ ശരീരം നിർജീവമാകുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട് നിർവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലസഭ, ഏതെല്ലാം സഭയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ സ്ഥലം സഭ നിർജീവമാകും. സോ ഡു ദ ബെസ്റ്റ് വി ക്യാൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യുക. അവസാനത്തെ ഒരു വാചകം, ഒരിക്കലും മറക്കാനാവാത്ത അവസാനത്തെ ഒരു വാചകം, ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടെ ചെയ്യാവൂ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ പാതി മനസ്സോടെ ചെയ്യരുത്. എങ്ങനെ ചെയ്യണം? പൂർണ്ണ മനസ്സോടെ. അതുകൊണ്ടാണ് മഹാകവി കെ വി ശൈലജ സാർ പാടിയത്, പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇതു വേണ്ടതാണ് ഹോ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ പാതി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിടാൻ ഫലമാശിഷായി വരാം. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ. പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാൻ സർവശക്തനായ ദൈവം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ച, എനിക്ക് അവസരം നൽകിയ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും, വർക്കിയങ്കിളിനോടും, ജെയിംസ് ചാനോടും, ഗോഡ്സൺ ബ്രദറിനോടും, സഭ എല്ലാ സൗരി സൗരന്മാരോടും എൻ്റെ ഹൃദയത്തിന്റെ നന്ദി അറിയിക്കുന്നു. എന്നെ 2-3 ദിവസം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും നല്ല ഭക്ഷണമൊക്കെ നൽകുകയും ചെയ്ത ഗോഡ്സൺ ബ്രദറിന്റെ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും അയക്കുന്ന ഒരു രാവിലെ നിങ്ങൾക്കത് കിട്ടും. അതിന്റെ പേരൊരു കലണ്ടർ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. ഫ്രീ ആയിട്ടാണ് കലണ്ടർ തന്നിരിക്കുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി. പ്രാർത്ഥന സെക്കൻഡ് മീനിങ് അല്ല, ഒന്നാമത്തെ മീനിങ് മാത്രമാണ്.
പ്രാർത്ഥനയുടെ സെക്കൻഡ് മീനിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുക, പ്രാർത്ഥിക്കുക. ദൈവസന്നിധി ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ദൈവം അത്ഭുതകരമായി നടത്തട്ടെ. ഓരോരുത്തർക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ലെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് നൽകിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജീവ സന്ദേശം എല്ലാ ദിവസവും രാവിലെ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണ വിരാമം ഇട്ടുള്ളൂ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ വർഷത്തെ സുവിശേഷ പ്രഭാഷണ പരമ്പരയിൽ ഉള്ള ബൈബിൾ ക്ലാസിൻ്റെ സമാപന സമയം. വളരെ നന്ദിയുള്ളവരായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ കർത്താവ് തന്നിരിക്കുന്ന വളരെ വിലപ്പെട്ട സന്ദർഭമാണ്. വളരെ നമ്മുടെ മനസ്സിനോട് ഹൃദ്യമായിട്ട് ഇടപെട്ടതായിരിക്കുന്ന ആത്മീയ ചിന്തകൾ ഒരു ശുദ്ധീകരണ ക്രിയ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ അറിയാതെ കിടന്ന കാര്യങ്ങൾക്ക് അറിവിൻ്റെതായിരിക്കുന്ന ലബ്ധി ലഭിക്കുകയും നാം ആകേണ്ടവണ്ണം ആകുവാൻ തക്കവണ്ണമുള്ള നിലയിൽ ഇന്നലെയും ഇന്നുമായിട്ട് വളരെ ആഴമായിട്ടുള്ള തിരുവചനം പഠിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ബൈബിൾ ക്ലാസ് പഠിക്കുന്നതിന് കൺവെൻഷൻസ് വലിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, കരയാറുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതായ വലിയൊരു കാര്യം. ദാനദാസൻ ഇവിടെ വിഭാവന ചെയ്ത ആത്മീയ ചിന്തകൾ എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ അകത്തും സഭയിലൊക്കെ നമ്മളത് ഒട്ടിച്ചു വെക്കേണ്ടവരാണ്. നല്ല ഫ്രെയിമിൽ ഒട്ടിച്ചു വെക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ളതായ നിലയിൽ തന്നെ ദൈനംദിനം നമ്മുടെ ജീവിതം മുൻപോട്ട് പോയാൽ ഈ ലോകത്തിൽ ദൈവസഭ സ്വർഗതുല്യമായിട്ട് മാറും എന്നുള്ളതായ ഒരു ആശയം കൂടി എൻ്റെ മനസ്സിൽ കടന്നു. എല്ലാ വർഷവും നമ്മൾ വചനം പഠിക്കുന്നവരാണ്, എല്ലാ ദിവസവും വചനം പഠിക്കുന്നവരാണ്, എല്ലാ പ്രഭാതത്തിലും വചനം ചിന്തിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്ത് വ്യതിയാനം ഉണ്ടാക്കി എന്നുള്ള ഒരു അവലോകനം, ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഈ പ്രഭാതത്തിൽ ഉണ്ടാകുന്നത് വളരെ പ്രയോജനമാണ്. കുടുംബം എന്ന് പറയുന്ന പവിത്രമായ ജീവിത വ്യവസ്ഥയുടെ മനോഹരമായ കുസുമങ്ങളാണ് നമ്മൾ വാസ്തവത്തിൽ, അതാണ് ഇവിടെ വിരിഞ്ഞത്, അതിൻ്റെ സുഗന്ധമാണ് നാം ആസ്വദിച്ചത്. ഇത് ഈ നിമിഷം കൊണ്ട് മാറി പുറത്തിറങ്ങിയപ്പോൾ ഇതൊക്കെ വിട്ട് പിന്നെ മറ്റു നിലയിലാകുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മേലെ കർത്തവ്യം. നമ്മൾ കേട്ടതുപോലെ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം. തൽക്ഷണം ശിക്ഷ ലഭിക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ചിന്തിക്കുന്നതായ ആത്മീയ സമൂഹമാണ് നമ്മുടെ മുൻപിലുള്ളത്, ഞാൻ ഉൾപ്പെടെ. നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ അതുപോലെ സഭ എന്ന് പറയുന്ന പവിത്രമായ ദൈവത്തിൻ്റെ പ്രസ്ഥാനം, അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഭവനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കളരി എന്ന് പറയുന്നത്. അവിടെ നിന്ന് പഠിക്കുന്നതാണ് നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം എന്നുള്ള കാര്യം കർത്താനദാസൻ വളരെ സവിസ്തരമായി പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ വചന പഠനം എന്നുള്ളത്, നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ ആഹാരം നില കഴിക്കുന്നത് ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയാണ്. ആ നിലയിൽ തന്നെ ആത്മീക മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും ബലത്തിനും വേണ്ടിയാണ് നമ്മൾ വചനം ചിന്തിക്കുന്നത്. ആ നിലയിൽ വചനം നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രയോജനവിപ്പാന്തകളും കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുക. വളരെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് പ്രഭാതത്തിലും ഇന്നലെയായിട്ട് പഠിക്കാൻ തോന്നും സാധ്യത ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയുന്നു, പ്രത്യേകം നന്ദി അറിയിക്കും. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായിട്ടുള്ള ആത്മീയചിന്ത സഭയ്ക്ക് നൽകി, അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. തൻ്റെ പ്രവർത്തനങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നും അനേകയിടങ്ങളിൽ അനേകർക്ക് വളരെ പ്രയോജനമുള്ള കർത്താവിനായിട്ട് മുൻപോട്ട് പോകാൻ റെജി നെല്ലിയാടി സഹോദരനെ ദൈവം സഹായിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ ഒരു സുവിശേഷകനാണ് റെജി നെല്ലിയാടി, ജോസ് മാങ്കുടി ഇങ്ങനെ അതങ്ങനെ ആ പേര് മറന്നുപോയില്ല, വളരെ ഓർമ്മയുള്ളതായ പേരാണ്. അതുകൊണ്ട് തുടർന്നും പ്രാർത്ഥിക്കും. അത് ഉറപ്പ് തരുന്നു. കർത്താവ് നല്ല പ്രസ്ഥാനത്തിനെ, കുടുംബത്തിനെ, നല്ല മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം വേണ്ടതായി കൃപ നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കേട്ട ആലോചന ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി ഒരു നല്ല കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, സഭയ്ക്ക് വേണ്ടി, ഭവനത്തിന് വേണ്ടി, നാടിന് വേണ്ടിയൊക്കെ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. നമുക്ക് നിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ ഈ ദിവസം കടന്നു വന്ന കാലം സംബന്ധിച്ച എല്ലാവർക്കും, ശേഷാൽ മറ്റു സഭകളിൽ നിന്ന് വന്ന പലരുണ്ട്, അവരെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ശരി നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.
സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്ക് വീണ്ടും അങ്ങയുടെ പാതപീടയെ കടന്നു വരുവാനായിട്ട് ഇങ്ങനെ സമയം ലഭിച്ചു. സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാതപീഠമാണ്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ പാതപീടയെ കടന്നു വന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തി ദൈവത്തിന്റെ മുഖപ്രകാശം ഈ പ്രഭാതത്തിൽ അനുഭവിപ്പാൻ തന്ന മനോഹരമായ സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ രാത്രി ഞങ്ങളെ അവിടുന്ന് ക്ഷേമത്തോടെ പരിപാലിച്ചു. കഴിഞ്ഞ രാത്രി വിശ്രമിച്ച അനേകർക്ക് പ്രഭാതം കാണുവാൻ കഴിഞ്ഞില്ല. കർത്താവെ, അവരെല്ലാം ലോകം പലരും മാറ്റപ്പെട്ടു. ഞങ്ങളും അങ്ങനെ പോകേണ്ടവരായിരുന്നു, എന്നാൽ ദൈവം കരുണ ചെയ്തു. ഞങ്ങൾക്ക് അത്ര മാത്രമേ പറയുവാനുള്ളൂ. കർത്താവെ, പ്രഭാതത്തിൽ കടന്നു ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, അലംഘനീയമായ ദൈവത്തിന്റെ വചനം കർത്താവ് ഞങ്ങൾക്ക് വളരെ സവിസ്തരമായി ആവശ്യഭാവത്തോടെ പഠിപ്പാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേട്ട വചനം ഉൾക്കൊണ്ട് കടന്നു പോകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാകും. കേൾക്കുക മാത്രമല്ല കർത്താവെ, വചനം കേൾക്കുക മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങനെയുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ അങ്ങേക്ക് വേണ്ടി കർത്താവെ എരിഞ്ഞടങ്ങുന്നതായിരിക്കും നല്ല ദീപമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. സൗരഭ്യം പരത്തുന്നതായി നല്ല പുഷ്പമായിട്ട് തീരുവാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളെ കൊണ്ട് ആരും ബുദ്ധിമുട്ടിപ്പാൻ ഇടയാകില്ല കർത്താവെ. ഒരാളും കരയുവാനോ കണ്ണുനീര് പൊഴിക്കുവാൻ ഇടയാകാതെ ഞങ്ങൾ വളരെ ശാന്തമായി സമാധാനമായി ആത്മീയജീവിതത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകുവാൻ ഞങ്ങൾ കേട്ടതായ ഈ വചന നിമിത്തമാണ് ഞങ്ങളെ സഹായിക്കണം. താൻ ദാസനെ അനുഗ്രഹിക്കണം. താൻ ചെയ്യുന്ന ആത്മീക ശുശ്രൂഷകളെ മാനിക്കണം. തൻ്റെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകനെ ഓർക്കുന്നു. വേണ്ടതായ ആരോഗ്യവും സൗഖ്യം നൽകണമേ. പ്രിയപ്പെട്ടവളെ അനുഗ്രഹിക്കണം. മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും തീമിനിക്കാനും സർവ്വസഭകളെ കർത്താവ് സഹായിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എളിവരായ ഞങ്ങളെയും അന്ന് സഹായിക്കണം. ഞങ്ങൾ പ്രഭാതത്തിൽ കേട്ട വചനപ്രകാരം ആ സൽചന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ഗമനം കർത്താവെ നിനക്ക് വേണ്ടി ആയിത്തീരുവാൻ തിരുമേനി പ്രസാദിക്കണം. ഒരു നല്ല ഭൃത്യൻ എന്നുള്ളതായ നിലയിൽ, നല്ല ദൈവദാസൻ ദൈവദാസി എന്നുള്ള നിലയിൽ കർത്താവ് ജീവിതം ഞങ്ങളുടെ മുമ്പായ കാഴ്ചവെപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഞങ്ങളെ ശക്തീകരിക്കണം. ചെയ്ത നന്മക്കാട് നന്ദി. എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയും മാനിക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവാസവും നാം ഏവരുടെ വിശേഷാൽ കർത്താവിന്റെ ദാസനോടുകൂടെ ഇന്നും എന്നേക്കും അവിടുത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു.